ഇവിടെ ഒരു ബീച്ചിൻ്റെ സൈഡിൽ നിർത്തി. കുറച്ച് ആൾക്കാർ നിൽക്കുന്ന കണ്ടിട്ടാണ് നമ്മൾ നിർത്തിയത്. പിന്നെ അവിടെയും കുറച്ച് ടെൻ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ 2 ഊഞ്ഞാലൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പണ്ട് മാൽദീവ്സിൽ പോയപ്പം ഇതേപോലെ ഉണ്ടായിരുന്നു. അത് പക്ഷേ വെള്ളത്തിൻ്റെ നടുക്കായിരുന്നു. ഇത് പക്ഷേ ബീച്ചിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നല്ല രസമുണ്ട്. ഇത് ഒരാളിവിടെ ഊഞ്ഞാലിലൊക്കെ കയറി ഇരിപ്പുണ്ട്. ഞങ്ങളിവിടെ ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ട് ഊഞ്ഞാലാടുക കേട്ടോ. കടലിനെ ഫേസ് ചെയ്തിട്ട് ഊഞ്ഞാല്. കണ്ട അവിടെ കുറച്ച് പേര് ടെൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുവാണ് തിരിച്ച്. നല്ല വെയിലാണ്. ഇത്തിരി കയറ്റമായതുകൊണ്ട് ഈ ബീച്ചിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടക്കാം. ഇങ്ങോട്ട് ഇറങ്ങിയപ്പം ഒരു സ്ലോപ്പ് പോലെ ആയതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങി. അങ്ങോട്ടേക്ക് കയറാൻ കാല് വേദനിക്കുന്നു. നമ്മൾ കാറിൻ്റെ അടുത്തെത്തി. നമ്മളപ്പം ബോർഡർ കഴിഞ്ഞ് UAE കയറി. അപ്പം നമ്മളവിടെ ഫോട്ടോഗ്രാഫിയൊക്കെ പ്രൊഹിബിറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പം നമ്മൾ പാസ്പോർട്ടൊക്കെ കൊടുത്ത് നമുക്ക് പാസ്സൊക്കെ കിട്ടി നമ്മൾ ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ നമ്മൾ പോകുവാണ്. ഇനിയപ്പോൾ നമ്മൾ റാസൽ ഖൈമയിലെ ഫ്ലെമിംഗോ ബീച്ചിലേക്കാണ് പോകുന്നത്. നമ്മളപ്പോൾ ഫുഡ് രാവിലെ നമ്മളൊന്നും ചായ മാത്രമേ കുടിച്ചുള്ളൂ. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോകാമെന്ന് ഓർത്ത്. അപ്പം നമ്മൾ റെസ്റ്റോറൻ്റ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഇനി അങ്ങോട്ട് പോവാം. നമ്മളപ്പോൾ നോക്കിയാൽ മന്തിക്കട അടച്ചിട്ടിരിക്കും. അപ്പൊ നമ്മള് നോക്കിയില്ല, അവിടെ കണ്ടിട്ട് എന്തോ മെയിന്റനൻസ് നടക്കുന്ന പോലെ തുറക്കുന്ന ഞാൻ തോന്നുന്നില്ല. ഇന്ത്യൻ
ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, കുറിഞ്ഞി റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് പോയി നോക്കാം. ഓപ്പൺ അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങോട്ട് പോവാം. നമ്മളപ്പോൾ ഫുഡ് കഴിച്ചു. നല്ല റെസ്റ്റോറന്റ് ആയിരുന്നു കേട്ടോ. തമിഴ് റെസ്റ്റോറന്റ് ആയിരുന്നു. ഫുഡൊക്കെ നല്ലതാ. ഭയങ്കര തിരക്കാണ് അതിൻ്റെ അകത്ത്. നല്ല തിരക്കുണ്ട്. നമ്മളിപ്പോ റാസൽഖൈമയിലാണ് ഉള്ളത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പം ആ ഹോട്ടലിൽ കയറി, റെസ്റ്റോറൻറ്റിൽ കയറിയ സ്ഥലമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഴയ രീതിയിലുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ പിന്നെ കുഴപ്പമില്ല, അത്യാവശ്യം വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫ്ലെമിംഗോ ബീച്ചിലെത്തി കേട്ടോ. നല്ല തിരക്കായിട്ട് കുറെ ആൾക്കാർ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിക്കുന്നു. നമുക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു ഫ്ലെമിംഗോയുടെ വലിയ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ഫ്ലെമിംഗോ ഇവിടെ അവിടെയൊക്കെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. ഇത് മറ്റേ നമ്മള് രാമേശ്വരത്തെ ബീച്ച് സൈഡിൽ നമ്മൾ ഇതിലേ പോയ വഴി പോലെ ഇല്ലേ, അമ്പലത്തിന്റെ അപ്പുറത്തും കൂടെ ഉള്ള വഴി. കുളിക്കുവാണ്. പിന്നെ നമ്മുടെ ഇവിടെ നമ്മള് ഒരു എല്ലാരും ഇങ്ങനെ ചെയറൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഫുള്ള് വെയിലാണ്, പക്ഷെ തണലത്തൊക്കെ ആൾക്കാര് ഇരിക്കുവാണ് മരത്തിന്റെ അടിയിലൊക്കെ. എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം. നമ്മളപ്പോ വണ്ടി പാർക്ക് ചെയ്തിട്ട് തണല് നോക്കി പോവാതെ ഇവിടെ ഒരു സായിപ്പ് വെയിലത്ത് കിടക്കുന്നു. എല്ലായിടത്തും തണലുള്ളിടത്ത് ചെറിയ മരത്തിന്റെ താഴെ ആൾക്കാരെ ടെന്റും അതുപോലെ ഇതൊക്കെ വിരിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെയാ, സ്പേസ് ഒന്നും ഇല്ല. അവിടെ വെള്ളത്തിലൊക്കെ ആൾക്കാർ ബോള് കളിക്കുന്നുണ്ട്. മരത്തിലൊക്കെ കിളികൾ കരയുന്നത് കേൾക്കാം. എന്താ കെട്ടിയിട്ടിരിക്കുന്ന പട്ടിയാ? ഞാനത്തെ ആടാണ്. ഒരു പട്ടി ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ആരെങ്കിലും കൊണ്ടുവന്നതായിരിക്കും. ഒരു മരത്തിന്റെ തണലിൽ കിടക്കുക. എന്തോ ഫുഡൊക്കെ വെള്ളം എന്തോ വെച്ചു കൊടുത്തിട്ടുണ്ട്. ശരിയാ. ഇതൊരു അത്യാവശ്യം തണലുള്ള മരമായിരുന്നു ഇത്, പക്ഷെ എല്ലാം ഇവിടെ ഫുള്ള് ഫിലിപ്പീൻസുകളാന്ന് തോന്നുന്നല്ലേ. ഇത്രയും ദൂരം വന്നിട്ടും ഫുൾ ഫില്ലാണ് മരത്തിൻ്റെ താഴേക്ക്. നമ്മൾക്ക് സ്ഥലം തണലൊന്നും കിട്ടിയില്ല. മാത്രമല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. നമ്മൾ കത്തിപ്പോയി തിരിച്ച് ഞങ്ങൾ ഓടി വന്ന് കാറിൽ കയറുമായിരുന്നു. ഇത്ര പോലും സ്ഥലമില്ല. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. നമ്മളങ്ങനെ ചെബൽ ചേസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇനി 43 മിനിറ്റ് ആണ് കേട്ടോ ഉള്ളത് അങ്ങോട്ട്. 41 കിലോമീറ്ററും 43 മിനിറ്റ് ടൈം.
കുടിച്ച് തീർത്തിട്ടുണ്ട് ഞാൻ. നമ്മുടെ വയറ് ഫുള്ളായിരിക്കുവാണ് എല്ലാം കൂടെ കഴിച്ചിട്ട്. രാവിലെ ഒന്നും കഴിക്കാതിരുന്നത് കൊണ്ട് ഫ്രൈഡ് റൈസ് നമ്മൾ കിട്ടിയത്, അപ്പം ഞാൻ ഫുള്ള് കഴിച്ചു കേട്ടോ. ഫ്രൈഡ് റൈസ് ഒരു തരി പോലും ബാക്കി വെക്കാതെ ഞാൻ ഫുള്ള് കഴിച്ചു. ഇവിടെ ഒരു വാതി ശിഖ, പക്ഷെ വെള്ളമില്ല വാതിയിൽ.
ഇങ്ങോട്ട് സ്പീഡ് ലിമിറ്റ് 40 ആ കേട്ടോ. ഇനി നമുക്ക് 18 കിലോമീറ്റർ ആണുള്ളത്, 20 മിനിറ്റും. നല്ല ഹൈറ്റ് ഉള്ള മലകളാണ് കേട്ടോ ഈ സൈഡിലൂടെ കാണാൻ പറ്റും. സൈഡിലൊക്കെ ഓരോ ബിൽഡിംഗ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കാണാൻ പറ്റുമോന്ന് അറിയത്തില്ല. ദേ അവിടെയൊക്കെ നമുക്ക് കാണാം. ആ കണ്ട കൊറേ വീട് പണിതോണ്ടിരിക്കുന്നേ ഉള്ളൂ. വീടാണോ? വീടല്ല, വേറെന്തോ അങ്ങനത്തെ എന്തോ കുറെ സംഭവങ്ങൾ. വണ്ടിയൊക്കെ എല്ലാരും പാർക്ക് ചെയ്തിട്ട് അവിടെ ഇറങ്ങി നോക്കുന്നുണ്ട്. കണ്ടത് ആ സ്ഥലം നല്ല ഭംഗിയുണ്ട്. ഒരു കൊട്ടാരം, ഒരു പാലസിന്റെ പോലത്തെ രീതിയിൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. പാർക്ക് പോലെ എനിക്ക് തോന്നുന്നത് നമ്മുടെ മറ്റേ ഹാങ്ങിങ് ഗാർഡൻ പോലത്തെ ഒരു സംഭവം. ഇതിന്റെ മുകളിൽ വരെ നമുക്ക് പോകണം കേട്ടോ. ഇങ്ങനെ കറങ്ങി കറങ്ങിയാ പോകുന്നത്. അവിടെ ആടുകൾ, അവര് ഫോട്ടോ എടുക്കുന്നതിന്റെ അടുത്തൊക്കെ ആട് വന്ന് നിൽക്കും. നമ്മളൊരു ഡോങ്കിയെ കണ്ടു കേട്ടോ ഇങ്ങോട്ട് വരുന്ന വഴി. അത് ഓടിപ്പോവാണ്, കാണിച്ചു തരാം. നമ്മളൊരു ഡോങ്കിയെ കണ്ടിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അതെ, അത് റോഡിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മളെ കണ്ടപ്പോൾ അത് ഓടിപ്പോയി. ശരിക്കും റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. അത് വണ്ടിയൊക്കെ ഒത്തിരി വരുന്നു, അത് നോക്കാതെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പുറത്തെത്തി, അത് പോയി ഗൈസ്. അപ്പം നമ്മളിവിടെ ഇറങ്ങി. നല്ല തിരക്കാട്ടോ ഇവിടെ. നമ്മളിപ്പോ മേളിൽ പോയി ജസ്റ്റ് ഇറങ്ങിയിട്ട് ഇങ്ങ് പോകുന്നപ്പോ തന്നെ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. പാർക്കിംഗ് ഒന്നും ഇല്ല, ഭയങ്കര തിരക്ക്. ഒരു രസമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇനി ഇങ്ങോട്ട് പോകും. താഴോട്ട് ഇറങ്ങി. ഇനിയിപ്പം ഞങ്ങൾ ഇവളുടെ ഒരു കൂട്ടുകാരിയെ കാണണം. അപ്പം ദുബായ് വരെ പോകും. അവിടെ തിരിച്ച് വീട്ടിലേക്ക് പോകാനാണ് ഏകദേശം 300 കിലോമീറ്റർ ഉണ്ട്. സമയം 4:30 ഇനിയിപ്പം ദുബായ് ഓടിയെത്തണം. അവിടെ 4. അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. നമ്മളങ്ങനെ ദുബായിലെത്തി കേട്ടോ. പൊക്കോണ്ടിരിക്കുവാണ് അങ്ങോട്ട്. സമയം 5:50 ഭയങ്കര വെയിലാണ് കേട്ടോ. അതെ, നമ്മൾ ബുർജ് ഖലീഫയുടെ ഫേസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ വെയിലായതുകൊണ്ട് വീഡിയോയിൽ ബുർജ് ഖലീഫ കിട്ടുന്നില്ല. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. അതെ, വേണമെങ്കിൽ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ബുർജ് ഖലീഫ. ഇപ്പൊ നമ്മള് ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിൽ, ഏകദേശം ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ.
കേട്ടോ കറങ്ങി. വെയിലാണ് അവിടുന്ന്, അതുകൊണ്ട് നല്ലപോലെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതാണ് ദുബായ് ട്രെയിൻ കേട്ടോ. അങ്ങനെ നമ്മൾ അലൈൻ എത്തി കേട്ടോ. ഇനി നമുക്കൊരു 15 മിനിറ്റും കൂടെ ഉള്ളൂ വീട്ടിലേക്ക്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.